കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുരക്ഷിതരായിരിക്കാമെന്ന് സയനിസ്റ്റ് ഭരണകൂടം കരുതണ്ട. നമ്മുടെ തിരിച്ചടി പതിഞ്ഞ രീതിയിലായിരിക്കില്ലെന്ന് ഇറാൻ ജനതയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. അടിക്കുക എന്നിട്ട് ഓടി ഒളിക്കുക എന്ന ഇസ്രായേലിന്റെ സ്ഥിരം പരിപാടി അനുവദിക്കില്ല. ശക്തമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ വാക്കുകളാണിത്. ജൂൺ 13-ന് ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തോട് ഖാംനെയി നടത്തിയ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. ഇപ്പോഴിതാ 2 ആഴ്ചയോളം നീണ്ട പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ വെടിനിർത്തുന്നതിന് തൊട്ട് മുൻപും അതേ സന്ദേശം തന്നെ ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇത്തവണ അമേരിക്കയ്ക്കുള്ള സന്ദേശമായിരുന്നു അത്. ആക്രമണം നടത്തി ഓടി ഒളിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞെന്നാണ് ഇറാൻ വിപ്ലവ ഗാർഡും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂൺ 13-ന്റെ പുലർച്ചെയിൽ ഇറാൻ മണ്ണിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ വൻ ബോംബ് വർഷവും കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ പ്രതികരണം വരുന്നത്. സമീപകാലത്ത് ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകളും അവരുടെ പ്രതിരോധ നീക്കങ്ങളും എല്ലാം പിന്തുടരുന്നവർ അന്ന് ഖാംനെയുടെ വാക്കുകൾക്ക് അത്ര വില കൊടുത്തു കാണില്ല. ഗസ യുദ്ധത്തിലുടനീളം കണ്ട വലിയ വായിലുള്ള സ്ഥിരം വാചക കസർത്തുകളിൽ ഒന്ന് മാത്രമാകും അതെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. ഇറാൻ കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും ഇടയ്ക്കിടെയുള്ള കൊലപാതകം മുതൽ രാജ്യത്തിന്റെ അതിഥിയായെത്തുന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ ഞെട്ടിപ്പിക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുവരെയുള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. അതിനോടെല്ലാം ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും നമുക്കറിയാം. 2024 ഏപ്രിലും ഒക്ടോബറിലും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ 2 ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേലിൽ ഒരു പോറലും ഏൽപ്പിക്കാനായിരുന്നില്ല. 200ഓളം മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള 2ാം ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരുന്നു എന്നത് സത്യമാണ്. മൊസാദ് ആസ്ഥാനത്തും ഇസ്രായേൽ സൈനിക താവളങ്ങളിലും വരെ ഇറാന്റെ മിസൈലുകൾ അന്ന് എത്തിയിരുന്നു. എന്നാൽ ആക്രമണം നടത്തി പെട്ടെന്ന് പിന്തിരിയുകയായിരുന്നു ഇറാൻ ചെയ്തത്. സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാതിരിക്കാനും വലിയ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീളാതിരിക്കാനും പ്രത്യേകം കരുതലോടെയായിരുന്നു ആ ഓപ്പറേഷൻ. ഇറാൻ ആഭ്യന്തരമായി തകർന്നിരിക്കുകയാണെന്ന ഒരു വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം നടത്തിയിരുന്നത്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഉപരോധങ്ങളിൽ കുടുങ്ങി ഇറാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. ഇന്റലിജൻസ് തലത്തിൽ എങ്ങും വലിയ ചോർച്ചകൾ മറം നീക്കി പുറത്തു വരുന്നു. സൈനികമായി അവർ ബലഹീനമായിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളെല്ലാം സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു. 1/4 നൂറ്റാണ്ടുകാലം സിറിയയെ അടക്കി ഭരിച്ച ഉറ്റ സഖ്യകക്ഷി ബഷാറുൽ അസദിന്റെ വീഴ്ചയും ലബനാനിലെ ഹിസ്ബുള്ളയുടെ പതനവുമായിരുന്നു ഏറ്റവും വലിയ ക്ഷീണം. ഗസയിൽ ഹമാസിന്റെ അടിത്തറയും വലിയൊരളവിൽ ഇസ്രായേൽ തകർത്തിരുന്നു. എല്ലാത്തിനും മീതെ ഭരണകൂടത്തിനും പരമോന്നത നേതാവിനുമെതിരെ സ്വന്തം ജനതയ്ക്കകത്ത് രോക്ഷം പുകയുന്നുവെന്ന പ്രചാരണങ്ങളും. ഇങ്ങനെയൊക്കെയായിരുന്നു പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെയും അന്താരാഷ്ട്ര വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഇസ്രായേലിനും അമേരിക്കയ്ക്കും കിട്ടിയ ഇന്റലിജൻസ് വിവരങ്ങളും അതുതന്നെയാകും. പലതവണ ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു നീക്കം നടത്തുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു തവണ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിടപെട്ടത് തടയുന്നുമുണ്ട്. ഒടുവിൽ US അനുമതി ഇല്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും കയറി അടിക്കുകയായിരുന്നു ഇസ്രായേൽ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട അസാധാരണ സൈനിക നീക്കം. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു നടപടിയെന്നും ഓർക്കണം. സംഭവത്തിന് പിന്നാലെ ആദ്യം പ്രതികരണം നടത്തിയ ഇറാൻ നേതാക്കളിൽ ഒരാൾ അവരുടെ പരമോന്നത നേതാവ് തന്നെയായിരുന്നു. ആയത്തുള്ള അലി ഖാംനെയി ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ണിൽ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ ദുഷ്ട സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അക്രമികൾ. കടുത്തതും വേദന നിറഞ്ഞതുമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ഖാംനെയി ഇസ്രായേൽ നൽകിയ ശക്തമായ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു. ആക്രമണത്തിൽ സൈന്യത്തിന്റെ തലപ്പത്തെ പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞരെയുമെല്ലാം ഇറാന് നഷ്ടപ്പെട്ടിരുന്നു. മരണം വരിച്ചവർക്കെല്ലാം ഉടൻ പകരക്കാരെ നിയമിക്കുമെന്നും അവർ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഖാംനെയി മുന്നറിയിപ്പ് നൽകി. ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളായി ലോകം കണ്ട ഇറാൻ ആയിരുന്നില്ല പിന്നീട് കണ്ടത്. ടെല്ലവീവിലും ജെറൂസലേമിലും ഹൈഫയിലുമെല്ലാം ഇറാൻ മിസൈലുകൾ തുരുതുരെ വർഷിച്ചു. വമ്പൻ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ പ്രഹരമുണ്ടാക്കി. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പലതവണ ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിന് വിജയം കാണാനായില്ല. ഒടുവിൽ അമേരിക്ക ഇറങ്ങി വൻ ബോംബ് ആക്രമണം നടത്തുകയാണ് ഇറാന്റെ മണ്ണിൽ. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ 3 ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമഹോക്ക് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ വൻ ആക്രമണം. അമേരിക്ക ഇടപെട്ടതോടെ ഇറാൻ ഒന്ന് അടങ്ങുമെന്നാണ് എല്ലാവരും കരുതിയത്. പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും നേരിട്ട് പ്രത്യാക്രമണം നടത്തില്ല. പകരം ഹൂത്തികളെയോ ഇറാഖിലെ ഷിയ മിലീഷ്യയോ ഉപയോഗിച്ച് കണക്ക് തീർക്കുകയാകും ഇറാൻ ചെയ്യുകയെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. അമേരിക്കയെ ദ്രോഹിച്ചാൽ ഇസ്രായേലിനെ നേരിട്ട പോലെ ആകില്ല, ഇറാഖിന്റെ അനുഭവമായിരിക്കും കാത്തിരിക്കുന്നതെന്ന് വരെ മുന്നറിയിപ്പുകളും ഉണ്ടായി. എന്നാൽ US ആക്രമണം കഴിഞ്ഞ 2ാം നാൾ അപ്രതീക്ഷിതമായി US താവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ അയക്കുന്നു. അതും ഉറ്റ സുഹൃത്ത് രാജ്യമായ ഖത്തറിന്റെ മണ്ണിലുള്ള അമേരിക്കയുടെ അൽ ഉദൈദ് സൈനിക താവളത്തിന് നേരെ. ഖത്തറിന് നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയായിരുന്നു ഇറാന്റെ ആക്രമണം മിലിറ്ററി ബേസിൽ വലിയൊരു നാശം വിതച്ചില്ല എന്നത് ശരിയാണ്. പക്ഷേ അതൊരു പ്രതീകാത്മകമായ ഓപ്പറേഷനാണ് ഇറാന്.
അമേരിക്ക ഇറങ്ങിയാൽ ഭയന്ന് പിന്മാറുമെന്നും അവർക്ക് നേരെ കൈയോങ്ങാൻ ആരും ഭയക്കുമെന്നുമൊക്കെ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ഭീഷണികൾക്ക് മുകളിലായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ ഇറാന്റെ പ്രഹരം. ഒടുവിൽ അമേരിക്കയ്ക്കും അവർ ആ സന്ദേശം നൽകിയിരിക്കുന്നു. അടിച്ചോടി രക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. തിരിച്ചടിക്കാതെ അടങ്ങിയിരിക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വിപ്ലവകാട്. കീഴടങ്ങുന്ന രാജ്യമല്ല തങ്ങളെന്നും ഇറാൻ ജനതയുടെയും ചരിത്രം അറിയുന്നവർക്ക് അത് അറിയാമെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയും അവസാനമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലോകത്തിനൊന്നാകെയും ശക്തമായ സന്ദേശവും കൈമാറിയിരിക്കുകയാണിപ്പോൾ.